ഹലോ ഗായ്സ്, ദിസ് ഇസ് ഫ്രേയ ഹിയർ. അപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കീം എൻട്രൻസ് എക്സാമിനെ കുറച്ചൊരു ഫുൾ റിവ്യൂ തരാനാണ്. സോ കീം എൻട്രൻസ് എക്സാം എന്താണെന്ന് അറിയാത്തവർക്ക് ഞാനൊരു ബ്രീഫ് പറഞ്ഞാണ്. കീം എന്ന് പറയുന്നത് കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എൻട്രൻസ് എക്സാം ആണ്. ഇത് കേരളത്തിലെ ഒരു സ്റ്റേറ്റ് ലെവൽ എൻട്രൻസ് എക്സാം ആണ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് കേരള കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ, ഇവരാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ കീം എന്തിന് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, കേരളത്തിലെ പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിൽ ബിടെക് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടാൻ, പിന്നെ കേരളത്തിൽ ആർക്കിടെക്ചർ BArchന് അഡ്മിഷൻ കിട്ടാൻ, പിന്നെ കേരളത്തിൽ മെഡിക്കൽ അലൈഡ് കോഴ്സസ് അതായത് സിദ്ധ, അഗ്രികൾച്ചർ, ഫിഷറീസ്, വെറ്റിനറി, ഹോമിയോപ്പതി, ആയുർവേദ, പിന്നെ മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സസിന് കേരളത്തിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയാണ് കീം നമ്മൾ എൻട്രൻസ് എക്സാം എഴുതുന്നത്. അപ്പോൾ ഇപ്പോൾ ആർക്കിടെക്ചറിന് പോകുന്ന പിള്ളേർക്കാണെങ്കിൽ കീമിൻ്റെ ഒപ്പം NATA വേണം, അതായത് നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ, അതും ആവശ്യമാണ് ആർക്കിടെക്ചറുള്ള പിള്ളേർക്ക്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ എഞ്ചിനീയറിംഗിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എൻട്രൻസ് എക്സാം ആണ് എഞ്ചിനീയറിംഗിൻ്റെ JEE എന്ന് പറയുന്നത്. അപ്പോൾ JEEയും കീമും കൂടി കമ്പയർ ചെയ്യുമ്പോൾ JEE ഭയങ്കര ടഫാണ്, കീം ഇസ് മോർ ഈസിയർ ആണ്. അപ്പോൾ ഇപ്പോൾ എഞ്ചിനീയറിംഗിന് പോകുന്ന പിള്ളേർക്ക് കീമിൻ്റെ ഒപ്പം അവിടെ 12th 60% വേണം PCET ഫിസിക്സ് കെമിസ്ട്രി മാത്സിന് 60% ആവശ്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ കീം 2025 ആണ് എഴുതിയിരിക്കുന്നത്, എൻ്റെ റിസൾട്ടും വന്നു. സോ എൻ്റെ CBSE ബോർഡ് എക്സാമിന് ശേഷം ഞാൻ 21 days അജ്നോറ എൻട്രൻസ് അക്കാഡമിയിൽ കോച്ചിങ്ങിന് പോയിരുന്നു. അവർ ഡെയിലി 4 ചാപ്റ്റേഴ്സ് വെച്ച് 11th and 12th അവർ ഒരുമിച്ചാണ് എടുക്കുന്നത്. ഡെയിലി 4 ചാപ്റ്റേഴ്സ് വെച്ച് അവർ കംപ്ലീറ്റ് ചെയ്യും. അവർ ഡെയിലി അന്ന് പഠിപ്പിച്ചത് പിറ്റേ ദിവസം ഒരു എക്സാമിനേഷനൊക്കെ അവരിടും. സോ അവർക്ക് ബുക്സൊക്കെ അവരുടെ തന്നെയാണ് ഞാൻ നോക്കി പഠിച്ചിരുന്നത്. അവർ തന്നെ നമുക്ക് ബുക്സ് എല്ലാം തരും. ഫീസും എനിക്ക് തോന്നുന്നു 17,000 എന്തോ ആയിരുന്നു. അപ്പോൾ ഞാൻ 21 days കോച്ചിങ്ങിന് മാത്രമേ പോയിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ബുക്സിൽ ഞങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ്, ക്ലാസ് വർക്ക്, ഹോം അസൈൻമെൻറ്റ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പ്രോബ്ലം സോൾവിങ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടായിരുന്നു. ക്ലാസ് വർക്ക് ടീച്ചേഴ്സ് അവിടെ ഇരുത്തി ഫുള്ളും ചെയ്യിപ്പിക്കും. പിന്നെ ഹോം അസൈൻമെൻറ്റ്സ് നമ്മൾ ചെയ്യണം. പിന്നെ പ്രീവിയസ് ഇയർ പ്രോബ്ലം സോൾവ് ഇതിൽ നിന്നൊക്കെ 1-2 ക്വസ്റ്റ്യൻസാണ് ടീച്ചേഴ്സ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ ചെന്ന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എൻ്റെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഹോം അസൈൻമെൻറ്റ്സ് ചെയ്യും. ടീച്ചേഴ്സ് ചെയ്ത ക്ലാസ് വർക്കിൽ നിന്ന് ഞാൻ ചിലപ്പോൾ 1-2 ചെയ്യും. പിന്നെ പ്രീവിയസ് ഇയറും പ്രോബ്ലം സോൾവിങ് 1-2 ചെയ്യും. വലിയ പഠിത്തമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. എൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ടൈം മാനേജ്മെൻ്റ് ആയിരുന്നു. പ്രാക്ടീസിൻ്റെ കുറവായിരുന്നു. ടൈം മാനേജ്മെൻറ്റിൽ അതൊരു മിസ്റ്റേക്ക് തന്നെയാണ്. എനിക്ക് ടൈം കിട്ടില്ല, പലപ്പോഴും ഞാൻ കംപ്ലീറ്റ് ചെയ്യില്ല. പ്രോബ്ലംസിലൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ഭയങ്കര സ്ലോ ആവാറുണ്ട്. അപ്പോൾ എൻ്റെ എക്സാം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫിസാറ്റ് കോളേജ് ഉണ്ട് കൊച്ചിയിൽ, അവിടെയായിരുന്നു എൻ്റെ എക്സാം. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റായിരുന്നു എക്സാം എന്ന് പറയുന്നത്. സോ 1 മണിക്കൂർ 2 മണിക്കൂർ മുമ്പ് നമ്മൾ ആ കോളേജിൽ എത്തിയിരിക്കണം എൻട്രൻസ് എക്സാമിന്. അപ്പോൾ ഫിസാറ്റ് ഞങ്ങൾക്കിപ്പോൾ ഞാൻ എൻജിനീയറിംഗ് ആണ് സെലക്ട് ചെയ്തിരുന്നത്. അപ്പോൾ എൻജിനീയറിംഗ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്തായിരുന്നു 150 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. 75 ക്വസ്റ്റ്യൻസ് മാത്സും 75 ക്വസ്റ്റ്യൻസ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആയിരുന്നു. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്കവിടെ പൗച്ചൊന്നും കൊണ്ടുപോകാൻ പാടില്ല, ഒരു പെന്നും ഒരു വാട്ടർ ബോട്ടിലും മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. ഇനി ഇപ്പോൾ പേപ്പറൊക്കെ അവിടുന്ന് തരും, കാൽക്കുലേഷൻ ചെയ്യാനുള്ള പേപ്പറൊക്കെ അവിടുന്ന് തരും. നല്ല ലാബായിരുന്നു, AC ഒക്കെ ഉണ്ടായിരുന്നു, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഞാൻ എൻ്റെ ടൈം മാനേജ്മെൻറ്റ് പ്രശ്നം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഞാൻ നമുക്ക് 150 ക്വസ്റ്റ്യൻസിന് 180 minutes 3 hours അതിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളവിടെ 1.5 മണിക്കൂർ ഞാൻ മാത്സ് ചെയ്യാൻ പകുതിയെ ഫിനിഷ് ചെയ്തുള്ളൂ. 1.5 മണിക്കൂർ കൊണ്ട് മാത്സ്. അപ്പോൾ ഞാൻ 1.5 മണിക്കൂർ മാത്സിന് എടുത്തുകൊണ്ട് ഞാൻ പിന്നെ ഫിസിക്സ് കെമിസ്ട്രി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഓരോ ദിവസം ഓരോ രീതിയിലായിരിക്കും പേപ്പർ. അപ്പോൾ എനിക്ക് കിട്ടിയ ഡേറ്റ് 25th April ആയിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം മാത്സ് എളുപ്പമായിരുന്നു, ഫിസിക്സ് കുഴപ്പമില്ല, കെമിസ്ട്രി നല്ല പാടായിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ എക്സാം എന്ന് പറഞ്ഞിരുന്നത്. പിന്നെ നമ്മുടെ റിസൾട്ട് വെയിറ്റ് ചെയ്യാനുള്ളതാണ്. റിസൾട്ട് വന്നപ്പോൾ നമുക്കത് സെക്ഷൻ പെർസെൻറ്റൈലും നോർമലൈസ് സ്കോർ ഔട്ട് ഓഫ് 300 ആണുള്ളത്. അപ്പം നോർമലൈസ് സ്കോർ ഔട്ട് ഓഫ് 300ൽ 10 അതിൻ്റെ മുകളിലോ വന്നതിന് നമ്മൾ കീം എൻട്രൻസ് എക്സാം ക്വാളിഫൈഡ് ആണ്. അങ്ങനെയാണ് കീം എൻട്രൻസ് എക്സാം ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്ന് നമ്മൾ അറിയണേ. പിന്നെ ക്വാളിഫൈഡ് ആയിക്കഴിഞ്ഞാൽ അവർ നമുക്ക് ഈ 12th മാർക്സ് അപ്ലോഡ് ചെയ്യാൻ അവർ ഓപ്ഷൻ തരും. ഓപ്ഷനിൽ കയറി നമ്മൾ അപ്ലോഡ് ചെയ്യണം. അവർ ഫിസിക്സ് കെമിസ്ട്രിയുടെ മാർക്ക് കിട്ടി 600ൽ അവർ മാർക്ക് ഇട്ടിട്ട് അവർ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമ്മുടെ റാങ്ക് ഏതാണെന്ന് അറിയാൻ പറ്റും. അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ മാർക്ക് എന്ന് പറയുന്നത്, എനിക്ക് നോർമലൈസ്ഡ് സ്കോർ ഔട്ട് ഓഫ് 300ൽ 43, എൻ്റെ സെക്ഷൻ പെർസെൻറ്റേജിൽ 52 ആയിരുന്നു.
അപ്പോൾ ഗവൺമെൻറ് ആൻഡ് കോളേജിൽ എന്താണ് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമുക്ക് 10,000 റാങ്കിനുള്ളിൽ വരണം. പ്രൈവറ്റിൽ അത് ഡിപ്പെൻഡാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഹോണസ്റ്റ് ഒപ്പീനിയൻ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ 1 മാസം കുത്തിയിരുന്ന് പഠിച്ചാൽ നമുക്ക് കീം എൻട്രൻസ് എക്സാം നല്ല മാർക്കോടെ ക്വാളിഫൈഡ് ആവാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ എന്നാലും ഞാൻ അത്യാവശ്യം നല്ല മാർക്ക് മേടിച്ചു കീമിന്. എനിക്ക് 52% ഉണ്ടായിരുന്നു. സോ അത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിരുന്നില്ല. അതാണ് എനിക്ക് ടൈം മാനേജ്മെൻറ്റ് പ്രശ്നങ്ങൾ ഞാൻ സ്ലോ ആവാൻ കാരണം. മാത്സ് എളുപ്പമാണ്, പക്ഷെ അത് പകുതി ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തോളൂ മാത്സിൻ്റെ. സോ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി വരാൻ പോണ കീം അറ്റൻഡ് ചെയ്യാൻ പോണ പിള്ളേർക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 1 മന്ത് കുത്തിയിരുന്ന് പഠിച്ചാൽ മതി കീമിന്. നിങ്ങൾ കുത്തിയിരുന്ന് എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്ത് എല്ലാം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കീം എൻട്രൻസ് എക്സാം പാസ്സാവാനേ ഉള്ളൂ. അപ്പോൾ എന്താണ്, പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളത് വെച്ചാൽ, നമുക്ക് കെമിസ്ട്രിയിൽ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ 11th and 12th ഡിലീറ്റഡ് ആണ്. പക്ഷേ നമുക്ക് എൻട്രൻസ് എക്സാം ഉണ്ട്. അപ്പോൾ നമുക്ക് എൻട്രൻസിന് പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അത് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ പറയാണ് നേരത്തെ പഠിച്ച് വെച്ചോളൂ. അപ്പോൾ നന്നായി പഠിക്കുക, നന്നായി സ്കോർ ചെയ്യുക. അപ്പോൾ കീം ഇസ് മോർ ഈസിയർ ദാൻ ജെഇ പോലെ അത്ര ടഫൊന്നുമല്ല കീം. അപ്പോൾ 1 മാസം കുത്തിരുന്ന് പഠിച്ച് കിട്ടാന്നുള്ളൂ. സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. So thank you, bye bye.